നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. എനിക്ക് ഓരോ സ്ഥലത്തിലും ആ സ്ഥലത്തെ പരിസ്ഥിതിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് നോക്കിയത് ഒരു കാട് പോലത്തെ നല്ലൊരു സ്ഥലം. എന്താ വെച്ചാൽ ഒരു നാട്ടും പ്രദേശമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരറിയാലോ, നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ വട്ടപ്പാറ കഴിഞ്ഞ് ചെന്തപ്പൂര് പോകുന്ന വഴിക്ക് തോട്ടുമുക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആടും പശുവും താറാവും ഒക്കെ ഉണ്ട്. താറാവ്, മണിത്താറ, വാത്ത എന്തൊക്കെയാണ് ഇതൊക്കെയുണ്ട്. പക്ഷേ നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? ബിജു. എന്ത് ചെയ്യുന്നു? എന്ത് ജോലിയാ? പെയിന്റിങ്ങിന് വേണം. എന്താ പേര് മോളെ? ഷിഹ. ഷിഹ എത്രയില്ല? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നവജീവൻ. സൂപ്പർ. നമസ്കാരം. മോഹമൊക്കെ പറഞ്ഞു. എന്താ ജോലി? എന്ത് ചെയ്യുന്നു? ഇവിടെ അടുത്താണോ താമസം? ഇലക്ട്രീഷ്യൻ. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞിട്ട്? വാത്ത. അത് കരയുന്നുണ്ട്. സാധാരണ തുറന്നിട്ട് പോകും. വർക്കില്ല ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വിളി വാർത്തകളല്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു ഇതിന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇത്രയും വിളിക്കാന്നുള്ള കാരണം നോക്കിയപ്പോൾ ചേര നമ്മൾ കണ്ടിട്ടുണ്ട്. നീർക്കോലി ഇവിടെ ഉണ്ട്. അത് എന്താണെന്നും അറിയില്ല. കയറി വന്നു. പിന്നെ വാർത്ത കരഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം. എന്തായാലും അധികം വേറെ ഒന്നുമില്ല. അപ്പോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. കണ്ണെടുക്കാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കണ്ടുകൂടാ. അപ്പോൾ നിങ്ങളുടെ കണ്ണിലാണ് ഇരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറമ്പുകളിൽ വിറകൊക്കെ വാരി അടുക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറാതെ പറമ്പിലോട്ടങ്ങ് മാറിയിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിനോട് ചേർത്ത് വെക്കരുതെന്ന് എപ്പോഴും പറയണ്ട. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇവർക്ക് സേഫാണ്. ഒരു അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ദൂരെയാണ് ഇരിക്കുന്നത്, വീടങ്ങ് താഴെയാണ്. എലി ധാരാളമുണ്ട് കേട്ടോ. ആടെത്രണ്ണം ഉണ്ട് നമുക്ക്? 6 ഉണ്ട്. കുട്ടികൾ വരണം അല്ലേ? എൻ്റെ അമ്മോ, ചാടി കിട്ടാത്ത ഭാഗ്യം. ഇതിനകത്തിരിക്കും. ഞാൻ കൈ ഇവിടെ വെച്ചെടുത്താ. എനിക്ക് സംശയമില്ലായിരുന്നു. കാരണം ഇത്രയും ഇരിക്കുന്ന കൈ ഇവിടെ വെച്ചേക്കായിരുന്നു. ഉറുമ്പ് നന്നായിട്ടുണ്ട്. അതാ നോക്കി. ശരി, സത്യം പറഞ്ഞാൽ ഞാൻ ആ ചപ്പ് കൈ കൊണ്ട് താത്താണ്. ഞാൻ വെച്ചാൽ എലിയിലായിരിക്കും, താത്താണ്. പക്ഷെ എനിക്ക് അതിനകത്തിരിക്കാനുള്ള ഒരു പ്രതീക്ഷയില്ല. ഈ ഓട്ടയാണ്. ഓട്ടയ്ക്കകത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇതിനകത്ത് കൈ ഇട്ടതാ ഞാൻ. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ വന്നിരിക്കുന്നൊരു പ്രതീക്ഷയില്ല. ഇത് എനിക്കാണിത് തപ്പി വന്നപ്പോഴേ എലിമാളമാണ്, എലിയുടെ കൂടാണ്. കണ്ടോ, ഞാൻ ഇതിനകത്ത് കൈയിട്ടതാ. അപ്പോൾ എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ അതാ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ കാണുന്നുണ്ട്. അത് നോക്കിയതാ, ഈ എലിയുടെ മാള കണ്ട് ഞാൻ ഒരു പ്രതീക്ഷ ഇവിടെ ഇതിനകത്തിരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്നറിയാം, ഇത്രയും വിറവിരിക്കുകയല്ലേ. എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട ബീച്ചോട്ടെ ഇന്ന് ജോലിക്ക് പോകാത്തത് നന്നായി. ജോലി ഇല്ലാത്ത നന്നായി. അതിലുപരി അദ്ദേഹത്തിന് വൈഫിന് സുഖമില്ലാത്തതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി കഴക്കൂട്ടത്ത് അവിടെ മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയാണ് അതിന് ലീവ് എടുത്തത്. കുട്ടികളും രണ്ടൊരു വീട്ടിൽ. പക്ഷേ എന്തായാലും നന്നായി. കാരണം പശുവുള്ള സ്ഥലമാണ്, ആടുള്ള സ്ഥലമാണ്, അതുപോലെ കോഴിയുള്ള സ്ഥലമാണ്, വാത്ത ഉള്ള സ്ഥലമാണ്. പുള്ളി പറഞ്ഞ് ചേരയോ നീർക്കോലി എന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു ഒരു മൂർഖൻ. എന്തായാലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇതിനകത്തിരിക്കുക. ഞാൻ അതിനകത്ത് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ചപ്പൊക്കെ എടുത്താണ്. അപ്പോഴാണ് ഒരു അനക്കം കണ്ടത്. അങ്ങനെ ഞാൻ ഒരു എലിയായിരിക്കും എടുത്ത് കളഞ്ഞ് തറയിലിട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഉറുമ്പ്, ഇവിടെയൊക്കെ നല്ല ഉറുമ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്തായാലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. തടി മുകളിലാണ് ഇരുന്നത്. ഞാൻ വിളിച്ച് ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് എടുത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമെന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഇനി താഴോട്ട് പോയെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇങ്ങനെ വെച്ച് കൈയൊക്കെ ഇട്ട് കുത്തി നോക്കിയിട്ടാണ് ഞാൻ താഴെ തള്ളിയിട്ടത്. അപ്പോൾ എനിക്കൊരു സംശയം, ഒരു അനക്കം.
അത് ഇവിടെ കയ്യും കയറ്റി. പിന്നെ ഇപ്പോൾ കൈയെടുത്ത് നോക്കിയപ്പോൾ ഇത് പൊക്കി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ല, നമുക്ക് കാണാം, ഇവിടെ തന്നെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എൻ്റെ ബീച്ചേട്ടാ സന്തോഷം. എന്തെന്നറിയാം, നല്ല കിടില മൂർക്കൻ സൈസ് ഉണ്ടായിരുന്നു, നല്ല വെളിയിലൊന്നും കാണണ്ട, ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് അല്ല താഴെ തോടല്ലേ, ഇത് പറമ്പല്ലേ, എവിടെ നിന്ന് വേണമെങ്കിലും വരാം. നമുക്കൊരിക്കലും എന്താ പറയുക ഇവിടുത്തെയാണെന്ന് പറയാൻ പറ്റില്ല. തോട്ടിൻ്റെ പാറക്കെട്ടുകളിലെ ഇവിടെ ആവാസത്തിന് പറ്റിയ സ്ഥലങ്ങളാണ്. ആ കെട്ടിനകത്താണ് അവൻ്റെ സ്ഥിരം വാസം. ഇന്നലെ മിനിങ്ങാന്നൊക്കെ എനിക്ക് വിളിച്ച പൂങ്കുളം വിളിച്ചതും പാറശാല വിളിച്ചതും എന്താ നമ്മുടെ കണിയാപുരത്ത് വിളിച്ച എല്ലാം ഇതുപോലെ തോട്ടിൻ്റെ സൈഡിലെ കെട്ടിനകത്താണ്. പോയില്ല, കിട്ടൂല തോട്ടിനകത്ത്. അപ്പോൾ അവിടെ നല്ല സ്ഥലം സേഫായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നത്, നമുക്ക് എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അതാണ്ട നോക്കി ഇതിനകത്ത് ഇവിടെ വരും മിക്കവാറും തല. എന്തായാലും നമുക്ക് അധികം ഞാൻ വിളിച്ചു എല്ലാം മാറ്റേണ്ടി വരുമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിനകത്ത് എലിയുണ്ടായിരുന്നു, എലിയില്ല. അപ്പോൾ യോം വന്ന് കയറിയിട്ട് അവൻ സ്ഥിരം വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ കാണാത്തുണ്ടായിരിക്കും. രാത്രിയൊക്കെ താറാവ് കരയുന്നുണ്ടോ? രാത്രി ആടോ താറാവ് എന്തെങ്കിലും കരയുന്നുണ്ടോ? ഇതാണ്ട് തല ബോഡി ഇതാ വരുന്നത് കണ്ടോ, ഇതാ. ഒമ്പലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ ആക്കുളം എന്ന സ്ഥലത്തൊക്കെ ഞാൻ ഈ കരിഞ്ഞ് നിൽക്കുന്ന തെങ്ങിൻ്റെ മണ്ടയിൽ തത്ത മൈനയൊക്കെ കൂട് വയ്ക്കും. മൈനയെല്ലാം നമ്മൾ ചിത്തിര കൂട് വയ്ക്കുമ്പോൾ അതിനകത്ത് കയറി മരത്തിനകത്ത് മരത്തിൻ്റെ പൊത്തിനകത്ത് കയറി പതുക്കെ വെട്ടി വലുതാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തുന്നൊരു സ്വഭാവം എനിക്ക് പണ്ട് വിനോദമായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വെട്ടിപ്പോകുന്നത് ചേരയെ കിട്ടിയിട്ടുണ്ട് വളത്തിനകത്ത്. അതുപോലെ ഈ മുട്ട വിരിയുന്ന സമയത്ത് ചേരയും പാമ്പൊക്കെ ഇങ്ങനെ മരത്തിൽ കൂടെ ചുറ്റി മാളത്തിൽ ആ ഹോളിൽ പോയി കുട്ടികളെടുത്ത സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലൈവായി കാണാൻ പറ്റില്ല, അറിയാമല്ലോ. അത് ചെറുപ്പം തൊട്ടേ ഒരു വിനോദമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത, ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ കാണുക എന്നുള്ളത്. അപ്പോൾ നമുക്കിത് സൂക്ഷിക്കണം. നിങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു, ഞാനിത് ഒരിക്കലും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്കിങ്ങനെ ഒരു ഇത് പറ്റിയത്. തല ഇവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കാണാം അവിടെ ഉറുമ്പ്, പക്ഷെ അദ്ദേഹത്തിനെ കടിക്കുന്നില്ല കേട്ടോ, നമ്മളെ കടിക്കുന്നില്ല. തല ഇവിടെ ഇരിക്കുക, തല ഇവിടെ തിരിച്ചങ്ങോട്ട് വരുന്നുണ്ട്. തല ഇവിടെ വന്നിട്ടുണ്ട്. അല്ല മൂർത്തന്നെ, ഞാൻ എലിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, ഒന്നും പിടിച്ചിട്ടില്ല. തല വലിയ നല്ല, എനിക്ക് തോന്നുന്നു ഒരു നല്ല സൗണ്ട്. നമ്മളിപ്പോൾ ഒരു 5-5.5 അടി കൂടുതൽ നീളമുണ്ട് കേട്ടോ. തല വരും ഒത്തൊരു സാധനം. അമ്മോ, ഇവിടെ വന്നു കേട്ടോ. നല്ല സൈസ് കേട്ടോ, ആടിപ്പോയി, സൂപ്പർ, നല്ല ആരോഗ്യമുള്ള സാധനം. എൻ്റെ അമ്മ ഇതൊന്നും കടിക്കണ്ട, ഇതൊക്കെ അടുത്തൂടെ പോയാൽ മതി, കടിക്കാൻ വേണ്ട. സൂപ്പർ, എന്തായാലും നല്ല ആരോഗ്യമുള്ള. അടിപൊളി. എന്താണെന്നറിയാം, നമ്മൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ പുള്ളിക്കാരൻ പോകാതിരുന്നത് നന്നായി. അതിലുപരി പുള്ളിക്കാരന് പണിയില്ലാത്തതുകൊണ്ടല്ല, പണിക്ക് പോകാത്ത പുള്ളിയുടെ വൈഫിന് സുഖമില്ലാത്തതിൻ്റെ മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയാണ് പുള്ളി ഇന്ന് ലീവ് എടുത്തത്.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ കണ്ടു. അപ്പോൾ ഇന്നലെ ഞാനൊരു വീട്ടിൽ പരവൂരൊരു വീട്ടിലൊരു കോഴിക്കുട്ടി പാമ്പിനെടുക്കാൻ സമയത്ത് ഒരു എന്താ പറയുക ഒരു അതാ അദ്ദേഹത്തിന് ഇരിക്കാനൊരു താല്പര്യമില്ല, എഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു എലിയെ കക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു മണിത്താറാവും വാത്തയും കോഴിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ പോരുകോഴി, അവർ മലപ്പുറത്ത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന പോരുകോഴിയൊക്കെ കൊത്തിക്കൊന്ന ഒരു ചെറിയ പാമ്പതിയാണ് കിട്ടിയത്. അവർ മാസങ്ങളായി ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല. അവർ വിചാരിച്ച് മറ്റെന്തെങ്കിലും അസുഖങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അത് നല്ല 6 അടിയോളം. അപ്പോൾ നമുക്കറിയാലോ, നമ്മളൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാലോ, 1-2 എപ്പിസോഡല്ല, 1000 മുന്നോട്ട് എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു ഗ്രാമമാണ്. ഇവിടെ നിന്നൊരു പാമ്പ് എന്ന് പറഞ്ഞൊരു അത്ഭുത സാധനമൊന്നുമല്ല, അത്ഭുത ജീവി എന്നല്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സേഫായി. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ വാല് വെളിയിൽ കിടന്ന് അറിയാം. ചില സ്ഥലത്ത് ഇത് ഓട്ടിനകത്തൊക്കെ തവളയിരിക്കും. ഇതാണ് ചൊറിയൻ. ഇതിന് കടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അനങ്ങുന്നില്ല. ഇല്ല കടിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പോൾ ചത്തൻ ഈ ചൊറിയൻ തവള ഓട്ടിനകത്ത്. അപ്പോൾ ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും, പതുങ്ങി ചാടി. അപ്പോൾ കടി കിട്ടിയെന്നാണ് നാക്കൊക്കെ പുറത്തു വന്നു. കടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ നാക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കടി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ കണ്ടോ, കടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നാക്ക് സാറിന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നേരത്തെ. കടി കിട്ടിയിട്ടുണ്ട്, നാക്ക് കണ്ട സാറിന് തവളയ്ക്ക് ഇങ്ങനെ ചാവാറാകുമ്പോഴാണ് ഈ നാക്ക് പുറത്തേക്ക് വരുന്നത്. കണ്ട ഈ കടി വെനമുള്ള കടി കിട്ടുമ്പോഴാണ് ഈ തവളയ്ക്ക് നാക്ക് പുറത്തേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, അതകത്തേക്ക്. അപ്പോൾ അറിയാലോ ഇതിനകത്തൊക്കെ തവള ഇരിക്കും. അപ്പോൾ അദ്ദേഹം ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് സേഫായിട്ട്. പക്ഷെ അവ ഇരിക്കുന്നില്ല, അവൻ ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഏകദേശം 10 വയസ്സോളം പ്രായമുള്ളൊരു ഫീമെയിൽ ഉണ്ട്, പെണ്ണത്. വാല് കണ്ടാൽ അറിയാം, വാലിൻ്റെ അടുത്ത് ചെറിയ ശൽക്കങ്ങൾ കണ്ടറിയാം ഇത് ഫീമെയിലാണെന്ന്. വാലിൻ്റെ നീളം കണ്ടാൽ അറിയാം. ബോഡിയുടെ പരപ്പ്, പിടിക്കുമ്പോൾ തന്നെ ബോഡി ഇങ്ങനെ പരന്ന് പോകും. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു 6 അടിയോളം നീളം വരുന്ന, 5.5 അടി 6 അടിയോളം നീളം വരുന്ന, 10 വയസ്സിനടുത്ത് അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പോട്ട്, നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല, 10 വയസ്സിനടുത്ത് പ്രായം വരുന്ന, അല്ലെങ്കിൽ അതിൽ 2-3 മാസം വ്യത്യാസം ഉണ്ട്. അതൊക്കെ അറിയാമല്ലോ. പാമ്പ് ഇണചേലിലും മുട്ടയിടലൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കണക്കൂട്ടിന് ഞങ്ങളെപ്പോഴുള്ളവർ പറയുന്നത്. ഫുഡ് കഴിച്ച് നമ്മൾ ആ ഒരു തടിക്കകത്ത് ഇരിക്കുന്ന കുഞ്ഞെലിയെ മാത്രമാണ് അദ്ദേഹം കക്കിയ. വലുതിനൊക്കെ ഉണ്ട്, വലുത് ചാടിപ്പോയി. ഇവൻ ചെന്ന് കയറി വലുത് ചാടിപ്പോയിരിക്കാം. ഇപ്പോൾ 1 മണിക്കൂറിനകത്ത് പിടിച്ചിട്ടുള്ള ആ എലിയെ ചെന്നുകൊണ്ട് പിടിച്ച് ഇനിയും കുഞ്ഞു എലികൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കാണാം. എന്തായാലും നമ്മൾ ഇതൊക്കെ ഒരു അനുഭവമാണ്. പറയല്ലോ, നമ്മളിങ്ങനെ ഒരു തടി ഇരുന്നപ്പോൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാതെ എടുക്കരുത്, അത് അപകടമാണ്. കാരണം ഞാൻ തന്നെ ഇപ്പോൾ അത് അതിനകത്തുണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല. താഴോട്ട് കയറിയുന്നുണ്ട്. അപ്പോൾ താഴോട്ട് വേണ്ടി ഇരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ തടിയെടുത്ത് താഴെ ഇട്ടത്. എൻ്റെ ആ ഹോളിനകത്തൊരു കൈയിട്ട് എന്നെ എടുത്ത് താഴെ ഇട്ടത്. അപ്പോൾ ഒരു അനക്കം, ഞാൻ ആ ചപ്പൊക്കെ കിണ്ടി നോക്കിയപ്പോൾ ചപ്പൊക്കെ എലി ഉണ്ടോ നോക്കേണ്ടി കുത്തിയത്. അപ്പോൾ അതിനകത്ത് അനക്കമില്ല. പക്ഷേ ഇങ്ങനെ അകത്തോട്ട് അനക്കം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പൊന്തി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഓടക്കം ഒന്ന് എടുക്കുമ്പോൾ കൈ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ എടുക്കരുത്. ഒന്ന് നമ്മളൊരു മൺമട്ടിയോ തൂമ്പയോ വലിച്ച് മാറ്റിയിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാധനം ഇരുന്ന് നമ്മൾ അറിയാതെ ചെന്ന് കൈ വെക്കുമ്പോൾ കടിയിട്ടാൽ. പാമ്പിൻ്റെ വെനമെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പുറകിലേക്ക് കവിള് ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ്, അതിൻ്റെ വെനം. മനുഷ്യൻ്റെയോ മറ്റ് ജീവികളുടെയൊക്കെ ജീവൻ അപഹരിക്കാൻ എടുക്കുന്ന സാധനം ഇരിക്കുന്ന കണ്ണിൻ്റെ പുറകിൽ കവിള് വീർത്തിരിക്കുന്ന സ്ഥലത്താണ്. അല്ലാതെ ശരീരത്തിൽ കാണുന്ന കറുത്ത പാടിലൊന്നുമല്ല. കട്ട സൈസ് നമുക്ക് നല്ല ഒരു അതിഥി. നല്ല അതിൻ്റെ ബാസ് നോക്കിയേ, നല്ല സൗണ്ട് നോക്കിയേ, നല്ല സൗണ്ട് ഉണ്ടോ ആ ബാസ്. അപ്പോൾ നമുക്ക് കാണാം, നമുക്കിവിടെ അറിയാം, നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ഒരു അതിഥി. അതിലുപരി നമുക്ക് എന്താ പറയുക, നല്ല ആരോഗ്യം. ചേട്ടാ ആ ചാക്കിങ് എടുക്കട്ടെ, ചാക്ക്. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മളതിനെ
ചാക്കിലാക്കാനുള്ള പരിപാടിയിലാണ്. അറിയാമല്ലോ, നമുക്ക് അദ്ദേഹത്തിന് നമ്മൾ ചാക്കിലാക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് വരികയില്ല. ചാക്കിലാക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരത്തില്ല. ചാക്കിലോട്ട് നമ്മൾ കയറ്റി വിടണമെന്നും പറയുന്നില്ല. ചാക്ക് ഇങ്ങനെ എടുത്തിട്ട് സേഫായി സേഫായി. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല ചേട്ടാ. ആ വള്ളിയും ഒരു വള്ളിയും കൂടി കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ ബിജു അവറുകൾ ഇന്ന് പണിക്കൊക്കെ പോകാൻ നിന്നത് നന്നായി. വൈഫിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പോകാൻ നിന്നത്. അപ്പോൾ നമുക്ക് കോഴി അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ജീവികളുടെയൊക്കെ പ്രത്യേകതകൾ. ഇപ്പോൾ ആടായിരുന്നാലും കോഴിയായിരുന്നാലും താറാവായിരുന്നാലും വാത്തയായിരുന്നാലും മണിത്താറായിരുന്നാലും ഇവരുടെയൊക്കെ കരച്ചിലുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കരച്ചിൽ ജീവികളെ കണ്ട് പേടിച്ച് കരയുന്നൊരു സംഭവമുണ്ട്. പേടിച്ച് കരയുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. എല്ലാം ഇപ്പോൾ നമുക്ക് ഇത് ഒരു പറമ്പായതുകൊണ്ട് പുള്ളിക്ക് പേടിക്കണ്ട. പക്ഷേ കോഴിയും മറ്റു ജീവികളൊക്കെ ഉള്ളല്ലോ. അപ്പോൾ എന്തായാലും അത് ആ സമയത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് അതെല്ലാം നന്നായി. എന്തായാലും വളരെ സന്തോഷം. നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ബിജു അവരുടെ വീട്ടിൽ വിറവിനകത്തിരുന്ന മൂർഖൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.